ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനും ശ്രുതിയും തമ്മിലുള്ള ചില തർക്കങ്ങളും വഴക്കുകളും പിന്നെ അവർക്കിടയിലുള്ള ചെറിയ ചെറിയ പോരുകളുമാണ് ഇപ്പോൾ കഥയിൽ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ശ്രുതിയോട് അശ്വിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ്. നീയാണ് എൻ്റെ ലാപ്ടോപ്പ് നശിപ്പിച്ചത്, നീ മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ലാപ്ടോപ്പ് നശിപ്പിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ തയ്യാറാവുന്നില്ല. നിന്നെ പോലെയുള്ള എല്ലാവരും ഇങ്ങനെയാണ്, നിനക്ക് ഇങ്ങനെ പൈസ തരുന്നവരോട് ഒരു ജോലി ചെയ്യുന്നവർ മുതലാളിമാരോട് നിങ്ങളെ പോലുള്ളവർക്ക് ആർക്കും കൂറില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് അപമാനിക്കുന്ന രീതിയിലാണ് ശ്രുതിയോട് സംസാരിച്ചത്. അങ്ങനെ ദേഷ്യം വന്ന ശ്രുതി പറയുവാണ്, എന്തായാലും ഞാൻ എൻ്റെ കൈകൊണ്ട് ഈ ലാപ്ടോപ്പ് നശിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് എൻ്റെ മേലിൽ പഴി ചുമത്തുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ലാപ്ടോപ്പ് ഞാൻ നശിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാനാണ് നശിപ്പിച്ചതെന്നല്ലേ പറയുന്നത്, ഞാനായിട്ട് ആ ലാപ്ടോപ്പ് വീണ്ടും ഒന്നുകൂടി നശിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ശ്രുതി ആ ലാപ്ടോപ്പ് എടുത്ത് തറയിൽ എറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അശ്വിൻ പെട്ടെന്ന് കൈ പിടിക്കുകയും അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അഞ്ജലി കയറി വരുന്നുണ്ട്. അപ്പം അഞ്ജലി വന്നതിന് ശേഷം അഞ്ജലി വരുമ്പോൾ കാണുന്നത് ശ്രുതി ദേഷ്യത്തോടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതും അശ്വിൻ കൈ ഇറുക്കി പിടിച്ചിരിക്കുന്നതും അങ്ങനെ ആ ഒരു ദേഷ്യത്തിന്റെ ആ ഒരു രംഗമാണ് അഞ്ജലി കാണുന്നത്. അപ്പോൾ അഞ്ജലി വന്ന് അശ്വിനെ പിടിച്ച് മാറ്റുകയും എന്നിട്ട് അശ്വിനോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്താ കുഞ്ഞാ കാണിക്കുന്നത്, നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടത് എന്ന് പറഞ്ഞ കാര്യം ചോദിക്കുമ്പോഴാണ് തൻ്റെ 1,00,000 രൂപയോളം വില വരുന്ന ആ ഒരു ലാപ്ടോപ്പ് അവൾ നശിപ്പിച്ചു എന്നുള്ളൊരു കാര്യം അഞ്ജലിയോട് അശ്വിൻ പറയുന്നത്. അപ്പോൾ അഞ്ജലി ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. എന്നിട്ട് അഞ്ജലി പറയുവാണ്, ഒരിക്കലും ശ്രുതി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അവൾ അങ്ങനെ തെറ്റ് ചെയ്യത്തുമില്ല, ആ ലാപ്ടോപ്പ് നശിപ്പിച്ചത് അവളല്ല, ഞാനാണ് നശിപ്പിച്ചത്, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തറയിൽ വീണതാണ്, അപ്പോൾ തറയിൽ വീണത് കൊണ്ട് തന്നെ നിന്നോട് ആ സമയം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ആ സമയത്ത് എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുകയും അങ്ങനെ ശ്രുതി ഭയങ്കരമായിട്ട് ഈ ഒരു കാര്യവും കൂടി കേട്ടപ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് സങ്കടം വന്ന് കരയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ശ്രുതിയോട് ക്ഷമിക്കണം എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ വീണ്ടും ദേഷ്യം വന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കി പറയുവാണ്, ചേച്ചി അവളോട് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ദയാദാക്ഷിണ്യം കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല, ചേച്ചി അവളോട് ക്ഷമ പറയേണ്ട ആവശ്യവുമില്ല, ഇങ്ങനെ നമ്മൾ ശമ്പളം കൊടുത്ത് ജോലിക്ക് നിൽക്കുന്നവരോട് നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടൊന്നും ഇരിക്കും, ചിലപ്പോൾ പൊട്ടിത്തെറിച്ചൊന്നും ഇരിക്കും, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മര്യാദകൾ കൊടുത്താൽ മതി, അല്ലാതെ വേറെ ക്ഷമ പറയേണ്ട ഒരു ആവശ്യവും ഇല്ലെന്നുള്ള രീതിയിൽ അശ്വിൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് ഇറങ്ങി പോവാണ്. പക്ഷേ എല്ലാം കൂടി കണ്ടപ്പോൾ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും കുറ്റക്കാരിയാവുന്നത് ഞാനാണല്ലോ എന്ന് ആലോചിച്ച് ശ്രുതി ഭയങ്കര സങ്കടത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. അഞ്ജലി പറയുന്നതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടും തയ്യാറാവുന്നില്ല. അങ്ങനെ ഹാളിൽ പോയി സങ്കടപ്പെട്ടിരുന്ന ശ്രുതിയോട് അഞ്ജലി വന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് നീ അവൻ പറയുന്നതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല, അവൻ അങ്ങനെയാണ്, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വായിൽ തൊന്ന് വിളിച്ച് പറയും, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ ഓക്കെ ആയിട്ട് അവന് തന്നെ മനസ്സിൽ ഒരു സങ്കടം തോന്നും, പക്ഷെ നിന്റെ ഭാഗം ന്യായീകരിക്കുന്നതല്ല, അവനെ ന്യായീകരിക്കുന്നതല്ല, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, പക്ഷെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതിന് കഴിഞ്ഞതിന് ശേഷം ശ്രുതിയോട് അഞ്ജലി പറയുവാണ്, രാമേട്ടനോട് പറഞ്ഞിട്ട് അശ്വിനെ ഞാൻ ഒരു ടീ ബോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ ഇനി അത് കുടിക്കത്തില്ല, അതുകൊണ്ട് രാമേട്ടനോട് പറഞ്ഞ് അതൊന്ന് എടുത്തോണ്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുവാണ് ശ്രുതിയോട്. ശ്രുതി പറയുന്നുണ്ട്, വേണ്ടേ ചേച്ചി, ഞാൻ പോയി എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ശ്രുതി എല്ലാം ഓക്കെ ആയി. അതിനുശേഷം പോയി ചായ എടുക്കാൻ വേണ്ടി ചായയൊക്കെ ഒഴിച്ചെടുത്ത് അഞ്ജലിക്ക് ചായയൊക്കെ ഒഴിച്ചെടുത്ത് തിരിച്ച് നടക്കുന്ന സമയത്ത് അശ്വിൻ വന്നതിന് ശേഷം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ 1 മിനിറ്റ് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത്രത്തോളം ദേഷ്യപ്പെട്ട് സംസാരിച്ച, അത്രത്തോളം അപമാനിച്ച് അയാളോട് അശ്വിനോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശ്രുതി പറയുവാണ്, എനിക്ക് സാറിനോട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല, ഞാനിപ്പോൾ ചേച്ചിക്ക് ചായ എടുത്തുകൊണ്ട് പോവാണ്, എനിക്കിനിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ശ്രുതി എന്തോ വലിച്ചിങ്ങനെ വലിക്കുന്നത് പോലെ ശ്രുതിക്കൊന്ന് ഫീൽ ചെയ്തു. അപ്പോഴാണ് ശ്രുതി ശ്രദ്ധിച്ചത് തൻ്റെ ഷോൾ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ തനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അശ്വിനാണ് എന്ന് കരുതി ശ്രുതി പറയുന്നുണ്ട്, ഷോള് വിട്, ഇത്രയും മാന്യനായിട്ട് ഇങ്ങനെയാണോ പെൺകുട്ടികളോട് പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ അവിടെ ശ്രുതി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും, എന്നാൽ അശ്വിൻ ഒന്നും ചെയ്തിട്ടില്ല, അത് അവിടെ റോസാ ചെടിയുടെ മുള്ളില് ഉടക്കി നിൽക്കുന്നതാണ്, എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ അശ്വിനാണ് ഷോള് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് തന്റെ കയ്യിലിരുന്ന് ആ ചൂട് ചായ എടുത്ത് ശ്രുതി അശ്വിന്റെ മുഖത്തോട്ടെടുത്ത് എറിയുവാണ്. അപ്പോൾ അതെല്ലാം ദേഹത്ത് വീണ് അത്രത്തോളം പൊള്ളി ഭയങ്കരമായിട്ട് നിലവിളിച്ച് അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന സമയത്താണ് ശ്രുതി അത്
ശ്രദ്ധിക്കുന്നത് ആ ഒരു മുള്ളിൽ ഉടക്കിയാണ് ഷോള് വീണത്. അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഷോളിൽ പിടിച്ച് വലിച്ചതിന് ശേഷം ശ്രുതി പെട്ടെന്ന് ഓടി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര സങ്കടത്തിൽ പുറത്ത് ഇങ്ങനെ തൂണിൽ ചാരി നിൽക്കുന്ന ശ്രുതിയോട് അഞ്ജലി വന്ന് കുറച്ച് സംസാരിക്കുന്നുണ്ട്. കുഞ്ഞിനൊരു അശ്രദ്ധയാണ് കാണിച്ചത്, അവനൊരു ശ്രദ്ധയുമില്ല, ചൂട് ചായ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു ചെയ്യണ്ടേ, ഇങ്ങനെയാണോ കാണിക്കേണ്ടത്, അവന്റെ ദേഹമെല്ലാം പൊള്ളി, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, എന്റെ റൂമിലിരിക്കുന്ന ഓയിൽമെന്റ് എടുത്തുകൊണ്ട് ഒന്ന് കുഞ്ഞിന്റെ റൂമിലോട്ട് വരാമോ, ഞാൻ അവനെ ഒന്ന് മരുന്നൊക്കെ ഇട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അഞ്ജലി നേരെ അശ്വിന്റെ റൂമിലോട്ട് പോവുകയും ശ്രുതി നേരെ ആ ഒരു ഓയിൽമെന്റ് എടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അശ്വിന്റെ കഴുത്തിന്റെ അവിടെയൊക്കെ പൊള്ളിയിരിക്കുന്നതാണ് ശ്രുതി കാണുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. എന്നാൽ അശ്വിൻ ശ്രുതിയും കൂടി കണ്ടപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഓയിൽമെന്റ് ഇട്ടോളാം, ചേച്ചി പൊയ്ക്കോ എന്ന് പറഞ്ഞ് അഞ്ജലിയെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ അശ്വിനോട് സോറി പറയാനായിട്ട് ശ്രമിച്ച ശ്രുതിയെ ദേഷ്യപ്പെട്ട് പുറത്താക്കുവാണ് നമ്മുടെ അശ്വിൻ ചെയ്തത്. പുറത്താക്കിയതിനു ശേഷം റൂം വലിച്ചടച്ചിട്ട് അശ്വിൻ ദേഷ്യത്തോടെ അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പുറത്ത് ഇറങ്ങിയതിനു ശേഷം ശ്രുതി തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇന്ന് അശ്വിനോട് സോറി പറഞ്ഞതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ. ഈ സമയത്ത് ഞാൻ ക്ഷമ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എപ്പോഴാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഇപ്പോൾ ക്ഷമാപണം നടത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി അശ്വിൻ്റെ അടുത്ത് ചെല്ലുകയും എന്നിട്ട് അശ്വിൻ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞതിന് ശേഷം ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ ഒരു ചൂട് ചായ അശ്വിൻ എന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ചൂട് ചായ എടുത്ത് ഒഴിച്ചത്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും ഞാൻ അതിനുശേഷം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ശ്രുതി അശ്വിനോട് ഏറ്റുപറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷൂല് മാംഗോ ജ്യൂസ് ഒഴിച്ചതും ഫോണിലെ റിംഗ് ടൂൺ മാറ്റിയതും ആ ഒരു കൽക്കണ്ട് കാറിന്റെ ഫ്യൂൽ ടാങ്കിൽ ഇട്ടത് എല്ലാ തെറ്റുകളും ക്ഷമാപണം ചോദിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു വിളിക്കുകയും അവസാനം അശ്വിൻ കുഴപ്പമില്ല എന്നൊക്കെ പറയുകയും അങ്ങനെ ശ്രുതി നീ കരയേണ്ട ആവശ്യമില്ല, നീ പൊക്കോ കുഴപ്പമില്ല, എന്തായാലും കരയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ അയക്കുന്നുണ്ട്. എന്തായാലും താൻ ചെയ്ത ആ ഒരു തെറ്റുകൾക്ക് അശ്വിൻ ക്ഷമിച്ചു എന്നാണ് ശ്രുതി വിശ്വസിക്കുന്നത്. അങ്ങനെ അവിടെ ഹാളിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രുതിയോട് അഞ്ജലി വന്ന കാര്യം ചോദിക്കുമ്പോൾ ചായയുടെ കാര്യം അഞ്ജലിയോട് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അവൻ എന്തായാലും ക്ഷമിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് കുഴപ്പമില്ല, അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ശ്രുതിയോട് അഞ്ജലി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ലാവണ്യനെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് മുത്തശ്ശി പറയുന്നത്, അപ്പോൾ നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് മനോരമ കയറി വരികയും എന്നിട്ട് ശ്രുതിയെ ഒരുപാട് എപ്പോഴും ആക്ഷേപിക്കുന്നത് പോലെ എപ്പോഴും അപമാനിക്കുന്നത് പോലെ ഒരുപാട് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരം നടക്കുന്ന സമയത്താണ് ശ്യാം അഞ്ജലിയെ വിളിക്കുകയും എന്നിട്ട് ആ നെക്ലേസ് ഇടുന്ന കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ആ നെക്ലേസ് എടുത്ത് വെക്കാം, ഞാൻ പിന്നെ മറന്നു പോകും എന്ന് പറഞ്ഞ് നേരെ റൂമിലോട്ട് അഞ്ജലി പോവുകയും എന്നാൽ ഈ സമയത്ത് ശ്രുതിയെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാവണ്യയുടെ കാര്യം ഓർത്ത് പെട്ടെന്ന് ലാവണ്യയെ നോക്കാനായിട്ട് മനോരമ പോകുന്നുണ്ട്. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശ്രുതിയും നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരെ റൂമിൽ പോയി ആ ഒരു ബോക്സ് തുറന്ന് സ്വർണം ആ ഒരു നെക്ലേസ് നോക്കുമ്പോൾ ആ ഒരു നെക്ലേസ് ആ ഒരു ബോക്സിനകത്ത് കാണാനില്ല. ഞാൻ ഈ ഒരു നെക്ലേസ് ഇവിടെ വെച്ചതാണല്ലോ, പിന്നെ അത് എവിടെ പോയി എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് അഞ്ജലി നിൽക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ആ ഒരു നെക്ലേസ് നമ്മുടെ ശ്രുതിയുടെ ബാഗിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആ ഒരു നെക്ലേസ് ആ ഒരു ബാഗിൽ നിന്നും അഞ്ജലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവരും ശ്രുതിയെ കള്ളി എന്നുള്ളൊരു ലേബലിൽ എത്തിക്കും. അങ്ങനെ കള്ളി എന്ന ലേബലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആ ഒരു നെക്ലേസ് ശ്രുതിയുടെ ബാഗിൽ നിന്നും അഞ്ജലിക്കും എല്ലാവർക്കും ലഭിക്കുമോ, അതോ ഇനി അവിടെ നിന്നും അത് നഷ്ടമാകുമോ, അതോ ഇനി രക്ഷകനായിട്ട് ആരെങ്കിലും അവതരിക്കുമോ? നമുക്ക് എല്ലാം എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.